ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ വന്നിട്ടുള്ളത് ഒരു മനു നാട്ടിലേക്ക് പോയിട്ടോ, അതിൻ്റെ ഒരു വ്ളോഗായിട്ടാണ്. അപ്പം ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 6:40 കേട്ടോ ഫ്ലൈറ്റ്. പിന്നെ 3 മണിൻ്റെ ശേഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊരു അരമണിക്കൂറിൻ്റെ ഓട്ടമുണ്ട്. ഉച്ചയായതുകൊണ്ട് വലിയ ബ്ലോക്കൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങിക്കണേ. അപ്പം ഞങ്ങളിങ്ങനെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ മറ്റുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് വരിക, ഓനൊരുങ്ങുന്നതും പെട്ടി കെട്ടുന്നതൊക്കെ ആയിട്ട് വീഡിയോസ് കണ്ടുവരിക. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോട്ടെ കേട്ടോ. ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്ക് നിങ്ങളിതൊക്കെ കണ്ടുവരുന്നോളി. പിന്നെ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓളെന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്ന സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ കൂടുതൽ സപ്പോർട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്ത് അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യട്ടോ. എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്താനും ഒക്കെ നിങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ തലേ ദിവസം തന്നെ രാത്രി നമ്മൾ പെട്ടിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിരുന്നു. ഒതുക്കിയൊന്നും വെച്ചിട്ടില്ല. ഇനി മിഠായി വാങ്ങാണ്ടായിരുന്നു അനിയനെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ ഒന്ന് നല്ലപോലെ ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചെടുത്ത് വെച്ചതാട്ടോ. അപ്പോൾ മോന് തലേ ദിവസം വിദായിന് തവാഫിന് പോയിട്ടുണ്ടായിരുന്നു. കാരണം 2 ഉംറ ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ ജിദ്ദ പ്രവിശ്യ വീടല്ലേ. അപ്പോൾ നമ്മൾ ജിദ്ദയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അന്നൊന്നും ഉംറക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് വിദായിന് തവാഫ് നിർബന്ധമില്ല. കാരണം നമ്മൾ നാട്ടിൽ പോകുമ്പോഴാണ് ചെയ്യേണ്ടത്. അപ്പം നാട്ടിൽ പോവുകയാണ്. അതുകൊണ്ട് തലേ ദിവസം ഓനും ഒറ്റയ്ക്ക് പോയി ചെയ്ത് പോന്നിട്ടോ. 2 ഉംറ ഞാനും ഓനും കൂടെ ഇനി പോയി ചെയ്തത്. അപ്പോൾ എനിക്കൊന്ന് ഒറ്റയ്ക്ക് പോകണം എന്നുള്ള വിദായിന് തവാഫിന് ഓൻ ഒറ്റയ്ക്ക് വിട്ട് പോയി തിരിച്ച് വന്നിട്ടോ. അപ്പോൾ ഒന്ന് വന്നപ്പോൾ കുറച്ച് സാധനം എടുത്ത് വെച്ച് പിന്നെ പിറ്റേന്ന് ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആകുമ്പോഴത്തേന് അനിയനും സിത്തുമോനൊക്കെ വന്നിട്ടുണ്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞാണ്ട്. അപ്പോൾ ഒരു പെട്ടിയൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ അത് 5 കിലോൻ്റെ ടൈഡും തൂക്കി വെക്കാണ് കേട്ടോ. മെഷീൻ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമൊക്കെ ഒന്ന് തൂക്കി നോക്കിയപ്പം കുറച്ചൊക്കെ സാധനങ്ങൾ കുറവാണ്. അപ്പോൾ പിന്നെ മിഠായിയൊക്കെ വെക്കാനുണ്ട്, വേറെ കുറച്ച് സാധനങ്ങൾ വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ രണ്ടാമതൊക്കെ ഒന്ന് റെഡിയാക്കിയാണ്ട് പിന്നെ ഒന്ന് ഒന്ന് വെയിറ്റ് നോക്കിയിട്ടോ. അപ്പോൾ പിന്നെ 24 കിലോന് ഇട്ടു. 24 ചില്ലറ തന്നെ ഉള്ളത്. അങ്ങനെ പെട്ടിയൊക്കെ സിത്തു കാക്കിയും മരുവനും കൂടെ ഒക്കെ റെഡിയാക്കി കെട്ടുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ 30 കിലോനാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഇൻഡിഗോ ഫ്ലൈറ്റാണ്. അപ്പോൾ അതിൽ ഇത് അടക്കാണ്, സംസം അടക്കാണ് 30. വേറെ ഏതൊക്കെ ഫ്ലൈറ്റിൽ 30-ന് പുറമെയാണ് സംസം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മോന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അത് നിസ്കരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓനറിയാതൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അത് ഓനറിയൊന്നുമില്ല. പിന്നെ പെട്ടിയൊക്കെ റെഡിയാക്കിയാണ്ട് പിന്നെ ഒക്കെ സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊന്നും കാക്കൻ്റെ കുളിയും കാര്യങ്ങളും ഡ്രസ്സ് മാറ്റമൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനും ടൈം ആവണേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ യാത്ര പറച്ചിലാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇന്നുമോളോടൊക്കെ യാത്ര പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നുമോള് ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ലേ, കുളിച്ചൊക്കെ വന്നപ്പോൾ അതിലാണ്. അപ്പോൾ അതാണ് മോളെ ഞാൻ കാണിക്കാഞ്ഞത് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് ലിഫ്റ്റിൽ ഇറങ്ങി വരികയാണ്. അപ്പോൾ സിത്തുമോനാണ് കേട്ടോ ലഗേജ് പിടിച്ച് വരുന്നത്. അപ്പം ഇക്കാക്കൻ്റെ വണ്ടി കുറച്ച് അപ്പുറമാണ് നിർത്തിയിട്ടത്, നമ്മളെ ഫ്ലാറ്റിൻ്റെ അടുത്തല്ല. അപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടി ഇക്കാക്ക പോയി. അപ്പോൾ ഈ ലഗേജ് ഇങ്ങനെ ഈ വണ്ടീൻ്റെ ബാക്കിൽ ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. അപ്പം പിന്നെ ഓരോരോ തമാശകളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മോനായ്മ കയറി നിങ്ങാണ്ട് ഞാൻ അതിൽ നേരെ പോവാത് പുതിയ ഫ്ലൈറ്റാണ്, ഇങ്ങനെ പറന്ന് പോവാന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ എയർപോർട്ടിലേക്ക് പോണത് ഞാനും ഇക്കാക്കും മക്കളും മാത്രമേ ഉള്ളൂ. മക്കൾ ഷാദിമോനും അസാനും ഉള്ളൂ. റിഫും വ്യാപ്പിലൊന്നും വന്നിട്ടില്ല, ഇന്നുമോളും ഇല്ല കേട്ടോ. പിന്നെ സിത്തും മോനും അനിയനും ഉണ്ടാവില്ല. ഒരു നേരെ റൂമൊക്കെ പോകും, ഞങ്ങളെ പോകണുള്ളൂ കേട്ടോ. അപ്പോൾ കാർ എത്തിയിട്ടുണ്ട്. ഇനി ലഗേജൊക്കെ അയക്കെടുത്തേക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഹാൻഡ് ബാഗേജ് മതി എന്നൊക്കെ പറഞ്ഞു. അനിയൻ പറഞ്ഞു ഉണ്ടല്ലോ 30 കിലോ അലൗഡ് ആണല്ലോ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ മോനെ എന്തായാലും എൻ്റെ അടുത്ത് എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിത്തരണം എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതും അവൻ്റെ അടുത്ത് കൊടുത്തേച്ച് പാൽപ്പൊടി, ഇപ്പോൾ ഫെയറി സോപ്പ്, കുറച്ച് കുട്ടികൾക്ക് ഡ്രസ്സ്, പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയാണ്, സ്പ്രേ ഒക്കെ. അപ്പോൾ അതൊക്കെ ആക്കി പിന്നെ വേറൊരു ആളെ 2 കിലോ സാധനം ഉണ്ട്. ഇനി ഞങ്ങളൊരു കസിൻ തന്നെ പോകുമ്പോൾ വേറുള്ളത് നമ്മളടുത്ത് തന്നതാട്ടോ. നമുക്ക് കുറച്ച് പാസ്പോർട്ട് ഉണ്ടല്ലോ വരാനെന്ന് വിചാരിച്ചിട്ട് അതും തന്നിനി. അപ്പോൾ അതും ഒക്കെ പാടെ പിന്നെ മോൻ്റെ കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ ആയപ്പോൾ തന്നെ 24 കിലോന് ചില്ലറയായി. ഇനിയിപ്പം സംസം വാങ്ങുമ്പോൾ 30-ൻ്റെ അടുത്താവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ കയറി ഞങ്ങൾ പോയി ഒരു റൂമിലേക്കും പോയി ഞങ്ങൾ പോയി കൊണ്ട് നിൽക്കുകയാണ്.
അവൻ പോകുമ്പോൾ തന്നെ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ എനിക്ക്. തലേന്നൊക്കെ നല്ല ടെൻഷൻ ഇനി അന്നൊക്കെ പിന്നെ മോനെ കാണിക്കാതെ നിൽക്കുകയാണ്. പിന്നെ എന്താ വെച്ചാൽ ഓനിവിടെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ അതിങ്ങനെ പോവുകയാണ്. നോമ്പൊക്കെ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ അത് സന്തോഷമായി. അപ്പം ഇനിയുള്ള നോമ്പ് ഓനില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടും ഒക്കെ ഉള്ള ടെൻഷനാണ്. കാരണം 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ പോകട്ടോ, അങ്ങോട്ട് നാട്ടിൽ 2 ആഴ്ച കഴിഞ്ഞാൽ പോകും. അതാണ് ഓരൊക്കെ പറഞ്ഞത് 2 ആഴ്ച കഴിഞ്ഞാൽ പോയില്ല പിന്നെന്താ. പക്ഷെ ആ ഒരു കുറച്ച് ദിവസങ്ങളായാലും ഓന് നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. ഇപ്പോൾ എയർപോർട്ടിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതിനൊക്കെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇപ്പൊക്കെ നല്ല ടെൻഷനുണ്ട്. വന്നാൽ ഇപ്പൊക്കും മോക്കും റിഫൂനൊക്കെ നല്ല ടെൻഷനേനി. കാരണം ഇപ്പൊക്കൊക്കെ ഇങ്ങനെ കളിയാക്കല ഓനെ. പാർക്കൊക്കെ പോകുമ്പോൾ ഓനാണ് പേരിൽ കുട്ടികളതാക്കലും കുട്ടികളെ ഇത്ര ഓടലും അങ്ങനെയൊക്കെ ആയിട്ട് എന്താ കെയർ ടേക്കർ പോവാണ് നമ്മളെ എന്നൊക്കെ പറഞ്ഞാണ്ട്. അപ്പോൾ ഓനും ഇങ്ങനെ കളിക്കാൻ ഞാൻ തങ്ങളായെന്നൊക്കെ പൈസ തരി എന്നൊക്കെ പറയും. പിന്നെ എന്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കെയർ ടേക്കർ ഉണ്ടല്ലോ കൂടെ എന്ന് പറയും കാക്ക. അപ്പോൾ ഞാൻ നിങ്ങളായെനിക്ക് പൈസ തരി, കെയർ ടേക്കറിന് പൈസ ഒക്കെ കൊടുക്കും, എനിക്ക് നിങ്ങളത് പൈസ തരാത്തെന്നൊക്കെ ചോദിച്ചു ഞാൻ. ഇപ്പം എന്നോട് ഇങ്ങനെ ഓനും തമാശയിലൊക്കെ ആക്കൂട്ടോ. അങ്ങനെ എയർപോർട്ടിലെത്തിയാണ്ട് ഇതാ പിന്നെ സാധനങ്ങളൊക്കെ ട്രോളിയിലൊക്കെ കയറ്റിക്കാണ്ട് കൊണ്ടുപോവുകയാണ്. സാധനങ്ങളല്ല കേട്ടോ, ലഗേജ്. അപ്പോൾ കൊണ്ടുവന്ന് അങ്ങനെ പോകണം. ഇതാണ് കേട്ടോ എയർപോർട്ട്. ഇത് ജിദ്ദ നോർത്ത് എയർപോർട്ടാണ്. പിന്നെ പുതിയ ന്യൂ എയർപോർട്ട് വേറെ ഉണ്ട് കേട്ടോ, അടിപൊളിയാണത്. അതിൽ പിന്നെ കണക്ഷനൊക്കെ ആണെങ്കിൽ അതിൽ പോവാം. അത് ഡയറക്റ്റ് ആയതുകൊണ്ട് ഇതിലാണ് പോവുക. അപ്പോൾ സംസം നമ്മൾ പാസ്പോർട്ട് കാണിച്ചാണ് സംസം വാങ്ങുക. അപ്പോൾ അത് മോൻ തന്നെ പോയി വാങ്ങിക്കൊണ്ടുവന്ന്. അപ്പോൾ ഞാൻ ഇവൻ എന്തെങ്കിലും മാർക്ക് ചെയ്യണം, പിന്നെ എന്തെങ്കിലും അടയാളം ഇടണം എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരോടെങ്കിലും പേന എന്തെങ്കിലും വാങ്ങിയാണ്ടൊന്ന് ഇടണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ നാട്ടിലെ പോലെയല്ല, നമുക്ക് ബോർഡിംഗ് പാസ് എടുക്കണമെങ്കിൽ നമുക്ക് കൂടെ ഉള്ളവർക്ക് പോവട്ടെ, ബോർഡിംഗ് പാസ് എടുക്കുന്നവർക്ക് വരെ നമുക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് പോയി കൊണ്ട് നിൽക്കുകയാണ്. നാട്ടിൽ പിന്നെ നമുക്ക് അതിനൊന്നും പോകാൻ പറ്റില്ലല്ലോ. പിന്നെ എമിഗ്രേഷൻ ഭാഗത്തേക്ക് നമുക്ക് പോകണ്ട, ബോർഡിംഗ് പാസ് എടുത്ത് പിന്നെ യാത്ര പറഞ്ഞിട്ട് പോരുക ചെയ്യുക. അപ്പോൾ അതാ അവിടെ എത്തിയിട്ടുണ്ട്. ഇൻഡിഗോൻ്റെ 3 കൗണ്ടറാണ് കാലിക്കറ്റിൻ്റെ ഉള്ളത്. ബാംഗ്ലൂരിൻ്റെ അപ്പുറം 3 ഉണ്ട്. അപ്പോൾ അവിടെ തുടങ്ങി. ആദ്യം മോൻ പറഞ്ഞു അവിടെ തുടങ്ങിയിട്ടില്ല തോന്നുന്നുണ്ട് പറഞ്ഞ്, പിന്നെ തുടങ്ങിയെന്ന് പറഞ്ഞ്. അങ്ങനെ മോനിതാ അവിടെ പിന്നെ ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അസാനുവിനും ഷാദിമാർക്കൊക്കെ നല്ല സങ്കടം. തലേന്നൊക്കെ ഭയങ്കര ഇതായി. നമ്മൾ പിറ്റേന്ന് സീനാക്കുമെന്ന് വിചാരിച്ചത്, അതൊന്നും പിന്നെ ആക്കിയിട്ടില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബോർഡിംഗ് പാസ് ഇട്ടതിന് ശേഷം സംസം വെള്ളത്തിൻ്റെ ബോട്ടിൽ ഇങ്ങനെ പോണത്. അപ്പോൾ വേറെ വെക്കണം തന്നെ. അപ്പോൾ നമ്മൾ കൊണ്ടുപോയി വെച്ചതാണ്. അപ്പോൾ മോന് യാത്ര പറയാൻ അസാനുട്ടനോടും ഉപ്പനോടും ഒക്കെ യാത്ര പറയാനിട്ടാ. അപ്പോൾ ഞാൻ യാത്ര പറഞ്ഞിട്ടുണ്ട്, അത് പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഷാദിമോൻ ഇത് പറഞ്ഞിട്ടൊന്നും കയറില്ല, ഓൻ്റെ അടുത്തേക്കാണ് അവൻ പോണത്. പക്ഷേ ഓന് തട്ടി പോകുക, അങ്ങനെ ഒരു ഇതാണ് മൈൻഡാണ് ആള്. പക്ഷേ മാമൻ പോണേന് നല്ലതുണ്ട്, ഞാൻ പോയിക്കോളാം മാമൻ്റെ കൂടെ. അപ്പോൾ ഇജ്ജ് അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമോ എന്നൊക്കെ വെച്ചപ്പോൾ ഞാൻ മാമൻ്റെ കൂടെ ഒറ്റയ്ക്ക് നിന്നോണ്ട് എന്നൊക്കെ പറഞ്ഞിനി. അസാനും അതാ പറഞ്ഞത്. അസാനും പിന്നെ എക്സാം ഉള്ളതുകൊണ്ടാണ് കേട്ടോ അവൻ പോണത്. എക്സാം പിന്നെ അങ്ങനെ അവൻ പോയി. പോകുമ്പോൾ ഉള്ള ചെറിയൊരു വീഡിയോ കൂടെ എടുത്തിരുന്നു എമിഗ്രേഷൻ ഭാഗത്തേക്ക് പോണ ഭാഗത്തുനിന്ന്. പിന്നെ തിരിച്ച് പോകുമ്പോഴൊക്കെ ഞാൻ സങ്കടത്തിലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ടെന്നുള്ളൂ, ഭയങ്കര ടെൻഷനുണ്ട്. പറയുമ്പോൾ തന്നെ സങ്കടം വരുന്നുണ്ട്. പിന്നെ അങ്ങനെ എനിക്ക് എക്സാം ഉണ്ട് 3-ാം തീയതി. അതുകൊണ്ടാണ് അവൻ പോണത്. അപ്പോൾ 30-ാം തീയതി 31-ാം തീയതി പറഞ്ഞിരുന്നത് പറഞ്ഞു തന്നെ അവൻ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ടിക്കറ്റ് റേറ്റ് നല്ല 10 രൂപേൻ്റെ മാറ്റമൊക്കെ ഉണ്ട്, 10,000 രൂപേൻ്റെ മാറ്റമുണ്ട്. അന്ന് മോൻ പോകണ അന്നത്തെ 31-ാം തീയതി നോക്കുകയാണെങ്കിൽ 10,000 രൂപേൻ്റെ മാറ്റം, 29-30 വരുന്നത്. ഇത് 17 കിട്ടി നമുക്ക്. അപ്പോൾ അങ്ങനെ എടുത്തത് എനിക്കാക്കി എടുത്തപ്പോൾ എടുത്തും ചെയ്ത്. പിന്നെ ഇതായി അങ്ങനെ നമ്മൾ ലുലുവിലൊക്കെ ഒന്ന് പോവാണ്ട് ഇനി അതൊക്കെ പോയി വന്ന് എത്തി. നോമ്പ് തുറക്കട്ടെ, എൻ്റെ മോനില്ലാത്ത നോമ്പ് തുറയാണ്. അപ്പോൾ ഒരു സങ്കടത്തിൽ ഇങ്ങനെ തുറക്കുകയാണ്. പിന്നെ പെട്ടെന്ന് നമുക്ക് ഇവിടെ എത്തിയാലും നോമ്പ് തുറക്കില്ലാതെ അത്ര ടെൻഷൻ ആയിട്ടില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.